ചുഴലിക്കാറ്റ് ന്യൂനമർദ്ദമായി മാറിയതിനെ തുടർന്ന് മണിപ്പൂരിൽ പ്രളയം. ഇടമുറിയാതെ പെയ്ത മഴയിൽ സംസ്ഥാനത്തെ മിക്കയിടങ്ങളും വെള്ളത്തിനടിയിലായി. MG മിഥുൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മിഥുൻ, നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വലിയ ദുരിതമാണ് മണിപ്പൂരിലുള്ളത് എന്ന്. വീടുകളുടെ മേൽക്കൂര മാത്രമാണ് പുറത്തു കാണുന്നത്. ഏതൊക്കെ പ്രദേശങ്ങളെയാണ് ഈ പ്രളയം ബാധിച്ചിട്ടുള്ളത്? രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? അശ്വതി, നോർത്ത് ഈസ്റ്റിൽ മാത്രം നിലവിൽ 40-ലധികം പേർ മരണപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത് മണിപ്പൂരിലെ ഇംഫാലിലാണ്. ഇംഫാലിലെ താഴ്വരയിലാണ് 2 നദികൾ കരകവിഞ്ഞതിനെ തുടർന്നാണ് ഈ ഒരു വലിയ പ്രളയം ഉണ്ടാവുകയും ചെയ്തത്. റിമാൽ ചുഴലിക്കാറ്റ് അതിതീവ്ര മഴയായി മാറിയതിനെ തുടർന്ന് ഇപ്പോഴും നിലയ്ക്കാത്ത രീതിയിൽ തന്നെ മണിപ്പൂർ മേഖലയിലും ഒപ്പം തന്നെ നോർത്ത് ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ തന്നെ പെയ്തുകൊണ്ടിരിക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ 2 ലക്ഷത്തിലധികം ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. ഏകദേശം 25,000-ലധികം വീടുകൾ പൂർണ്ണമായും തകരുകയും ചെയ്തു. ഭാഗികമായി ഏകദേശം 10,000-ലധികം വീടുകൾ തകരുകയും ചെയ്തു. അതിൽ കൂടുതൽ പേർക്ക് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ നേരത്തെ തന്നെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ഒരു നടപടി അത് ജില്ലാ ഭരണകൂടത്തിന്റെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായതിനെ തുടർന്നാണ് വലിയൊരു അപകടങ്ങളിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ മരണസംഖ്യ ഉയരാത്ത ഒരു സാഹചര്യം ഉണ്ടായതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. NDRFന്റെ കൂടുതൽ സേനയെ ഇന്നും കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. അല്പസമയത്തിനു മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ ഇതിന് അനുശോചനം രേഖപ്പെടുത്തുകയും ചെയ്തു. കൂടാതെ തന്നെ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപ അധിക ധനസഹായം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് ഏതൊക്കെ തരത്തിലുള്ള ഇടപെടൽ വേണോ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ NDRFന്റെ കൂടുതൽ സേനാ വിഭാഗത്തെ അങ്ങോട്ടേക്ക് അയക്കാൻ അല്ലെങ്കിൽ ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിൽ സേനയുടെ ആവശ്യമുണ്ട് എങ്കിൽ അത്തരത്തിൽ അവിടെ സജ്ജമായിരിക്കാനുള്ള ഒരു നിർദ്ദേശം കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇംഫാലിലെ നദി കവിഞ്ഞൊഴുകി നഗരപ്രദേശങ്ങളിലേക്കൊക്കെ ഒഴുകിയെത്തിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെ നിന്ന് നിരവധി ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിവിശേഷമുണ്ടായി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പല വീടുകളും ഒലിച്ചു പോവുകയും ചെയ്തു. ആ പ്രദേശങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ നിലവിൽ നേരത്തെ ഉള്ള ദൃശ്യങ്ങൾ അതിന്റെ ദൃശ്യങ്ങൾ അല്പസമയത്തിനകം തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് വിടും. അവിടെ പൂർണ്ണമായും ഏകദേശം ആളുകൾ തിങ്ങിപ്പാർത്തിരുന്ന പ്രദേശമായിരുന്നു. പക്ഷേ അവിടെയെല്ലാം തന്നെ ഇപ്പോൾ വീടുകളോ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിൽ വീടുകളോ ഒന്നും തന്നെ ഇല്ല. അതെല്ലാം തന്നെ ഒഴുകിപ്പോയതായിട്ടാണ് നമുക്ക് പ്രകടമാവുകയും ചെയ്യുന്നത്. ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട്. പലരെയും കാണാതായിട്ടുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വലിയ രീതിയിൽ തുടരുന്നുണ്ട്. ഇന്നും കൂടുതൽ സേനാ വിഭാഗത്തെ അവിടേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ഒപ്പം തന്നെ ദേശീയ NDRFന്റെ നേതൃത്വത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുന്നത്. ഏകദേശം ഇനിയും 1 ലക്ഷത്തിലധികം ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കൂടുതൽ വീടുകൾ തകർന്നു വീഴാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഭാഗികമായി തകർന്ന വീടുകളിലൊക്കെ തന്നെ ഇപ്പോഴും ആളുകളുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിൽ ഉള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വരുന്നത്. അതിനുവേണ്ടിയുള്ള ക്രമീകരണങ്ങളും ഒപ്പം തന്നെ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പറയുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിൽ 40-ലധികം പേരാണ് നോർത്ത് ഈസ്റ്റിൽ മൊത്തം ഈ റിമാൽ ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ട് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയതിനെ തുടർന്നുണ്ടായ മഴയെ തുടർന്ന് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്ന 40 പേരിലധികം പേരാണ്. നിലവിൽ മരണസംഖ്യ വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതാണ് മിഥുൻ, മണിപ്പൂരിലെ ആകാശ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വലിയ ദുരിതമാണ് മണിപ്പൂരിലുള്ളത്. പ്രളയം ഉണ്ടായിരിക്കുന്നു. ഇടമുറിയാതെ മഴ പെയ്യുകയാണ്. അത് മിക്കയിടങ്ങളിലും മിക്ക പ്രദേശങ്ങളും വെള്ളത്തിനടിയിലാണ് എന്നുള്ളതാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇംഫാലിലാണ് ഏറ്റവും അധികം ദുരിതമുള്ളത് എന്ന് MG മിഥുൻ റിപ്പോർട്ട് ചെയ്യുന്നു. മിഥുൻ,